അല്ലെ? നമ്മൾ ഇന്ന് അതിനെ കുറിച്ചാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ സങ്കീർത്തനക്കാരൻ ആരാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിന്റെ ഹെഡിങ് ഒന്ന് വായിക്കാമോ? ആമേൻ. കോരഹപുത്രന്മാർ നമ്മളെല്ലാം കേട്ടിട്ടുണ്ടോ? ആരാണ് കോരഹപുത്രന്മാർ? കോരഹപുത്രന്മാർ. ഈ കോരഹപുത്രന്മാരെ കോരഹപുത്രന്മാർ എന്ന് വിളിക്കപ്പെടുവാനുണ്ടായ കാരണവും ഈ സങ്കീർത്തനം എഴുതാനുണ്ടായ കാരണം ഏകദേശം ഒന്നൊക്കെ തന്നെയാണ്. നമ്മളത് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പൊ അതിന് ആദ്യം ചിന്തിക്കണം, കോരഹപുത്രന്മാർ എന്ന് വിളിക്കപ്പെടുവാൻ അവർ കോരഹിന്റെ പുത്രന്മാരായതുകൊണ്ട്. അപ്പോൾ ആരായിരുന്നു കോരൻ? കോരൻ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്തുവാ? ഭൂമി വിളരുന്നു, മനുഷ്യനായതിനുള്ളിലേക്ക് വീണു പോകുന്നു. നമുക്കത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യപ്പെട്ടു. കാരണം നമ്മൾ കണ്ടതാണ് വയനാട്ടിലുണ്ടായ ദുരന്തമൊക്കെ, അല്ലെ? അത് ഒഴുകി പോവുകയാണ്. പിന്നെ കുറച്ചു പേരെ കാണാനായിട്ടുണ്ടായി. ഇതങ്ങനെ വരുന്നില്ല. ഭൂമി നേരെ പിളർന്ന് ഒരു കൂട്ടം ജനം ഭൂമിക്കുള്ളിലേക്ക് പോകുന്നത്. എന്നാൽ ഓരോ പുത്രന്മാർ അല്ലെങ്കിൽ അവർ മരിച്ചില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഓരോ പുത്രന്മാർ അതിൽ മരിക്കാതെ രക്ഷപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസക്കാലത്ത് എനിക്ക് ഓർമ്മിക്കാം. നമ്മുടെ സഹോദരനോട് പറഞ്ഞു, കർത്താവിന്റെ കൃപ ഓർക്കുണ്ടായി. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഓരോ പുത്രന്മാർ എടുത്ത ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം എന്തുവാ? ഈ 10-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചാണ്. എന്ത്? ഞാൻ ദുഷ്ടന്മാരുടെ കൂടാരത്തിൽ പാർക്കില്ല, പകരം ഞാൻ യഹോവയുടെ ആലയത്തിൽ അതിന്റെ കാവൽക്കാരനായിട്ടെങ്കിലും നിൽക്കും എന്ന് ആ പ്രിയ സഹോദരങ്ങൾ എടുത്ത ഒരു തീരുമാനമാണ് ഇതിലേക്ക് വരാൻ സാധിച്ചത്. നമുക്ക് വായിക്കാം. പുറപ്പാട് 15-ാം അധ്യായത്തിലേക്ക് വരാം. പുറപ്പാട് 15 സംഖ്യാപുസ്തകം 16-ാം അധ്യായം. സംഖ്യ 16-ന്റെ 21-ാം വാക്യത്തില് 21 വായിക്കണം. 20 തൊട്ട് 21 വരെ. നോക്കൂ, ഇവിടെ നമുക്കറിയാം കോരഹിന്റെ ഒക്കെ ചരിത്രമല്ലേ. കോരഹും നാദാനും അബീരാമും കൂടി മോശക്കെതിരെ കൂട്ടിട്ടുണ്ടാക്കി. ആരായിരുന്നു കോരഹ്? നമുക്ക് ചിന്തിക്കണം. ആരായിരുന്നു കോരഹ്? കോരഹ് സത്യം പറഞ്ഞാൽ മോശയുടെ സഹോദര തുല്യനാണ്. അതായത് മോശയുടെ പിതാവിന്റെ സഹോദരന്റെ മകനാണ്. എന്തായിരുന്നു അവരുടെ പ്രശ്നം? മോശയ്ക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ ഇപ്പോഴത്തെ രീതി നോക്കി കഴിഞ്ഞാൽ വലിയൊരു ചർച്ചിന്റെ പാസ്റ്ററും സെക്രട്ടറിയും അവര് ചേട്ടന് വേണ്ടിയിരുന്നു. അത് ഇവരുടെ സഹോദരൻ ഇഷ്ടപ്പെട്ടില്ല. അവരെന്ത് ചെയ്തു? ദൈവത്തിനെതിരെ മത്സരിച്ചു. നമ്മൾ വിചാരിക്കും കോരൊക്കെ അന്ന കാലത്തല്ലേ, ഈ കാലത്തിലുണ്ട് കോരൊക്കെ. നമ്മൾ നമ്മുടെ ഇടയിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കി ഇതേ ആത്മാവ് ഇപ്പോഴും വ്യാപരിക്കുന്നുണ്ട്. പക്ഷേ ദൈവം ദീർഘക്ഷമയുള്ളതായതുകൊണ്ട് മാത്രമല്ല, ഇത് കൃപായുമായതുകൊണ്ട് ഇതെല്ലാം അക്ഷരത്തേക്ക് പോകുന്നുള്ളൂ. അല്ലെങ്കിൽ ഇതേ അവസ്ഥ അവർക്കും വരാമായിരുന്നു. ഇത് നോക്കൂ, ഇവർ മത്സരിച്ചപ്പോൾ ദൈവത്തിന് അത് ക്ഷമിക്കുവാൻ കഴിഞ്ഞില്ല. ആദ്യം എന്താ പറഞ്ഞത്? മോശയാക്കലാണ്, നിങ്ങൾ മാറ്, ഞാൻ ഈ സഭയെ മുഴുവനും നശിപ്പിക്കാൻ പോകുന്ന പറഞ്ഞു, അല്ലെ? ഇനി അടുത്ത അതിന്റെ വായിക്കേണ്ടത് ആദ്യം അധ്യായത്തിൽ തന്നെ 32, 33, 26, 27 വാക്യം. അടുത്ത വാക്യം വായിച്ചു. നോക്കൂ, ആ കൂടാരവാതിക്കൽ ഇവരെല്ലാം നിൽക്കാതെ ചിന്തിക്കാൻ കാണാൻ പറ്റുമോ? അന്ന് ഇപ്പൊ എന്താ ഉണ്ടാവാന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം. പ്രിയരെ നോക്കൂ, അവരുടെ എല്ലാം കാന്താക്കളുടെ കുഞ്ഞുങ്ങളും ഭാര്യമാരും എല്ലാം ഉണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ ആരില്ല? കോരഹിന്റെ മക്കളില്ല. അത് അവരെടുത്ത ഒരു തീരുമാനമാണ്, അല്ലെ? അവരെടുത്ത തീരുമാനത്തിൽ അവർ അവിടെ നിന്നും മാറോടെ തീർന്നു. കാലാകാലങ്ങളായി എപ്പോഴൊക്കെയോ നമ്മളൊക്കെ ഇതുപോലൊരു തീരുമാനമെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഒരു 100 വർഷം കൂടെ കഴിയുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നമ്മളെ എല്ലാം ഭൂമി വിടും, അല്ലെ? ഞാൻ എന്റെ ഒരു കവിതയിൽ പറഞ്ഞു ഓർമ്മയുണ്ടോ? എന്റെ നമുക്ക് വേണ്ടി അവൻ തന്നെ അതിനെ തുറന്നിരിക്കുകയാണ്. ഇപ്പൊ ഓൾറെഡി തുറന്നു വെച്ചിരിക്കുക, വെറുതെ കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അടച്ചാൽ മതി. പക്ഷെ അതിനു മുൻപായി യഹോവയുടെ ആലയത്തിലേക്ക് കയറുവാൻ നമുക്ക് കഴിയണം. യഹോവയുടെ ആലയത്തിന് പടിവാതിക്കലേക്ക് നമ്മൾ എത്തണം. ഇവിടെ നിൽക്കാൻ പറ്റുമോ? നമുക്കുള്ള ആലയം ഇതാണ്, അല്ലെ? പക്ഷെ നമ്മളൊരു 10-കാലം അപ്പുറം നിന്ന് കഴിഞ്ഞാൽ ആ പ്രിയ സഹോദരന്റെ പേരെനിക്കറിയില്ല, ആള് വരും. ഞാൻ പലപ്പോഴും കണ്ട് എനിക്ക് ഉള്ളിൽ നിന്ന് തിരിക്കാറുണ്ട്, പുള്ളി ഒന്നും പോയി തരുമോ എന്നുള്ള ഭാവത്തിൽ വന്ന് നിൽക്കുന്നത്. പുള്ളി പറഞ്ഞ കാര്യമില്ല, നമുക്ക് അനുവദിക്കപ്പെട്ട സമയം അതിനപ്പുറത്തേക്ക് നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏത് ആലയത്തിലേക്ക് പോകും? പ്രിയരെ, ഈ കാലഘട്ടത്തിൽ നമുക്ക് യഹോവയുടെ ആലയം എന്ന് പറയാൻ പറ്റില്ല, പകരം നമ്മളാണ് യഹോവയുടെ ആലയം. നാം
വായിക്കാം. പ്രൈസ് ലോർഡ്. ഓക്കെ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുണ്ട്. റോമർ എന്താ ഒന്ന് പേരുടെ മുന്നേ വരണം അല്ലേ? കണ്ണൊക്കെ പിടിക്കണ്ടേ? ഓക്കെ, ഇപ്പൊ നോക്കൂ, ഇവിടെ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്ന് അറിയുന്നില്ലയോ? പക്ഷെ അതിനൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ആ വാക്യം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയേ. നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കണം. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നില്ല എങ്കിൽ നമ്മൾ ദൈവത്തിന്റെ മന്ദിരമല്ല. കഴിഞ്ഞ ദിവസം കൂടെ ഫസ്റ്റ് പ്രയർ നമ്മുടെ ദേവദാസൻ പരിശുദ്ധാത്മാവിൽ നിറയേണ്ടത് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കേണ്ടതിന്റെ അതിലെ ആവശ്യകതയെ കുറിച്ച് പറയുന്നത് എത്ര പേർക്ക് ഗൗരവമായി എടുത്തു? ഇത് വളരെ ഗൗരവകരമായ അവസ്ഥയാണ്. നോക്കൂ, റോമർ 8:9 പറയുന്നു, ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പോൾ പരിശുദ്ധാത്മാംശം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രാപിച്ചേ പറ്റും. അത് പ്രാപിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയും. അതിന് മുമ്പ് നമുക്കൊരു കാര്യം നോക്കാം. യഹോവയുടെ ആലയത്തിലേക്ക് ഈ പുത്രന്മാർ വന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടി എന്ന് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഭാഗത്തേക്ക് വരാം. നമുക്ക് 84 സംഘത്തിലേക്ക് മടങ്ങി വരാം. അതിന്റെ 4-ാം വാക്യം വായിക്കാമോ? ആമേൻ. നിത്യം ഒരു സ്തുതിയുടെ അനുഭവത്തിൽ നമ്മൾ പോകണമെങ്കിൽ, ദൈവത്തോടുള്ള ഒരു ആരാധന നമ്മളിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ദേവാലയത്തോട് ചേർന്നിരിക്കണം. അടുത്ത വാക്യം വായിക്കാമോ? ബലഹീനനായ മനുഷ്യൻ ഭാഗ്യവാൻ. ആമേൻ. സിയോൻ, നമ്മളും സിയോൻ യാത്രയിലാണല്ലേ? അപ്പോൾ പ്രിയരെ, പരിശുദ്ധാത്മാവിൽ നമ്മൾ അറിയപ്പെടുന്നില്ല എങ്കിൽ നമ്മൾ അല്ല സിയോനിലേക്കുള്ള പെരുവഴിയിൽ എല്ലാം പെരുവഴിയിലായി പോകരുത്. പെരുവഴിയിലായിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായി പെരുവഴി. എനിക്ക് പറഞ്ഞ പെരുവഴി നേരെ ദുബായിയുടെ ഹൃദയ ഭാഗത്ത് പോയി എന്റെ മൊബൈൽ ഓഫ് ചെയ്യും. എന്ത് ചെയ്യാൻ പറ്റും? എങ്ങോട്ട് പോകും? ഒരു മാർഗവുമില്ല. ദൈവമേ, കൃപയാൽ ഞാൻ അവിടെ കറങ്ങി എങ്ങനെയൊക്കെ 1% ചാർജ് എനിക്ക് ശ്രദ്ധിക്കാതെ കൊണ്ടാണ്. പെരുവഴിയിലാവുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എങ്ങോട്ട് പോകണമെന്ന് അറിയാത്ത അവസ്ഥയിൽ പോകും അല്ലെ? നമ്മൾ ഇറങ്ങുകയും ചെയ്തു, അവിടെ എത്താനും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ അലലിയ നാം യഹോവയുടെ ആലയമായി മാറണം. നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറയുവാനായി തീരണം. അലലിയ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ കടന്നിൽ താഴ്വരയിൽ കൂടി കടന്നു പോയി കഴിഞ്ഞാൽ അലലിയ നമ്മൾ ജലാശയമായി തീർന്നാലും അത് അനുഗ്രഹത്തിന്റെ രൂപത്തിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് കഴിയും. മേൽക്ക് മേൽ ബലം പ്രാപിക്കുവാൻ, ശക്തി പ്രാപിക്കുവാൻ അലലിയ നമുക്ക് കഴിയും. എന്നാൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഏഴാമത്തെ വാക്യം വായിക്കാമോ? ദൈവസന്നിധിയിലേക്ക് നമ്മൾ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നാം പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടേ മതിയാവും. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് ചെറിയ 3 പോയിന്റ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വചനങ്ങളെ സംഗ്രഹിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 19-ാം വാക്യം. ആമേൻ. നോക്കൂ, വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ വിശ്വാസം വേണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ കൺഫർമേഷനൊക്കെ നടക്കുമ്പോൾ ദേവദാസന്മാരൊക്കെ പറയാറുണ്ടല്ലേ, പരിശുദ്ധാത്മാവ് പ്രാപിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നതാണ്. വിശ്വസിച്ചുകൊണ്ട് മാത്രം കാര്യമായിട്ട് പ്രിയരെ പ്രാപിക്കണം. വിശ്വസിക്കുക മാത്രം ചെയ്താൽ നമുക്ക് കൺഫർമേഷൻ പങ്കുകൊള്ളാൻ സാധിക്കും. എന്നാൽ കർത്താവിന്റെ മേശയിൽ അല്ലെങ്കിൽ കർത്താവിനോട് കൂടെ ആയിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മത് പ്രാപിച്ചേ മതിയാവും. അടുത്ത വാക്യം വായിക്കാം. ലൂക്കോസ് 11:13 വാക്യം. വിശ്വാസത്തോടുകൂടി വിശ്വാസം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. നാം എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ പകർന്നു തരുന്ന പിതാവിനോട് യാചിക്കുവാനിടയായിത്തീരണം. നാം യാചിക്കുകയാണെങ്കിൽ എത്ര അധികം തരുമെന്നല്ലേ? അപ്പൊ പ്രാപിച്ചവർ എനിക്ക് ഒരിക്കലായി പ്രാപിച്ചു ഇത് മതിയെന്ന് പറഞ്ഞിരിക്കാതെ കൂടുതൽ പ്രാപിക്കുവാൻ വേണ്ടി യാചിക്കുവാൻ നാം മുന്നിട്ട് കണ്ടത്. ഒരു വാക്യം വായിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തി 1:4-5 വാക്യം.
ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്തുവാ, പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. അപ്പൊ ഞാൻ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മള് കാത്തിരുന്ന് വിശ്വാസത്തോടെ യാചിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് പ്രാപിക്കാൻ സാധിക്കും. പ്രാപിക്കാത്തൊരവസ്ഥ നമുക്കുണ്ട് എങ്കിൽ നാം നമ്മെ തന്നെ ശോധന ചെയ്യുവാനും ചിന്തിക്കുവാനും എത്തണം. എന്തായിരിക്കാം കാരണം? നാം ചിന്തിക്കുകയാണെങ്കിൽ അതിന് ഉത്തരം നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യരല്ലാത്ത ആരും നമ്മൾ ചിന്തിക്കുന്നില്ല. നമുക്ക് ചിന്തിക്കാൻ കഴിയണം. പ്രാപിച്ചവർ ആരുടെ അത് കൂടുതൽ ധരിപ്പിക്കാനിടയായിരുന്നു. പ്രിയരെ, അങ്ങനെയാണെങ്കിൽ 84 സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യം